സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നമ്മുടെ ഇന്ത്യയിൽ രാജഭരണം നിർത്തലാക്കി. എന്നിരുന്നാലും കേരളത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ഭരണ പ്രക്രിയയാണ് ജനാധിപത്യ രാജഭരണം. അതായത് ഈ ജനാധിപത്യം നടക്കുകയും നേതാവായ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി രാജാവിനെ ചമഞ്ഞ് ഒരു ചക്രവർത്തി ആയി ഇരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ കേരളം ഇന്ന് 7 വർഷമായി പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് അവകാശം അല്ലെങ്കിൽ ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കേരളത്തിനെ മാറ്റി എടുത്തു എന്നുള്ളതാണ്. അതിന് പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്നത് ഇടതുപക്ഷ ഗുണ്ടകൾ, അതായത് കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളാണ് നമ്മളുടെ സ്വാതന്ത്ര്യം തന്നെ ഇല്ലാതാക്കിയത്. ചക്രവർത്തിയെ ഏത് രീതിയിൽ വെള്ളപൂശാൻ നടക്കുന്ന ഈ ഗുണ്ടകൾ കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് തന്നെ വലിയൊരു അപകടമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, നമ്മളുടെ കുഞ്ഞുമാമൻ അല്ലെങ്കിൽ പിണറായി വിജയൻ, ദിമാറ് മരമണ്ണൻ എന്നൊക്കെ വേണേൽ പറയാം. അദ്ദേഹം 7 വർഷം കാലമായി കേരളം ഭരിക്കാൻ കുട്ടിച്ചോറാക്കാൻ തുടങ്ങിയതും നമുക്കറിയാം. പല പല ഇനാഗ്രേഷൻ വേദികളിലും അല്ലെ ഉദ്ഘാടന വേദികളിലും പോയി അവിടെ ഒരു ശിശുവിന്റെ, അതായത് അംഗനവാടി പഠിക്കുന്ന ശിശുവിന്റെ സ്വഭാവത്തിലും താന്ന് അത്രയും പോലും മെച്യൂരിറ്റി ഇല്ലാത്ത ഒരു സ്വഭാവ പ്രക്രിയ കാണിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ കുഞ്ഞുമാമൻ. കുഞ്ഞുമാമന്റെ സ്വഭാവം തന്നെയല്ല അദ്ദേഹത്തിന്റെ ഭരണ പ്രക്രിയയും കേരളത്തിലെ ജനങ്ങൾക്ക് ഭയങ്കര ഇരട്ടടിയായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പൊ പിണറായിയുടെ പുതിയ ഒരു ഭരണ പരിഷ്കാര പ്രസ്താവന കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ റൂൾ 10, ധനകാര്യ മന്ത്രിക്ക് റൂൾ 10 അനുസരിച്ച് ഒരു പ്രത്യേക പവറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി മാസം തൊട്ട് അടുത്ത വർഷം മാർച്ച് മാസം വരെ വരുന്ന ഒരു എസ്റ്റിമേറ്റ് ആണ്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ആണ്. അതൊരു വരവ് ചെലവിന്റെ ഒരു എസ്റ്റിമേറ്റ് മാത്രമാണ്. അപ്പോ ഈ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ പല വകുപ്പുകൾക്കും ഓരോ എമൗണ്ട് പങ്കുവെക്കും. അപ്പൊ ഈ എമൗണ്ട് പങ്കുവെക്കുന്നത് അവർക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു അവകാശം എന്ന രീതിയിലല്ല, അവർക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പൊ റോഡിനാണെങ്കിലും വെള്ളത്തിനാണെങ്കിലും വൈദ്യുതിക്കാണെങ്കിലും അങ്ങനെ ഓരോ വകുപ്പുകൾക്കും മാറ്റി വെക്കും. അപ്പോ ഈ വകുപ്പുകൾക്ക് ധനം അനുവദിക്കണമെങ്കിൽ അവരുടെ പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയാണ് ധനമന്ത്രിയാണ് ഈ പൈസ കൂടുതലായിട്ട് അനുവദിച്ചുകൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റിൽ വരവ് വെച്ചിരിക്കുന്ന പൈസ അവർക്ക് പിന്നീട് അനുവദിക്കണമെങ്കിൽ അവരുടെ പെർഫോമൻസ് അനുസരിച്ച് ഈ മന്ത്രി അനുവദിക്കുകയാണ്. അപ്പോൾ ഈ റൂൾ 10 അനുസരിച്ച് ആ മന്ത്രിക്ക്, ധനകാര്യ മന്ത്രിക്ക് ഒരു പവർ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ കുഞ്ഞുമാമൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പവർ അങ്ങ് വെട്ടിച്ചൊരുക്കുകയാണ് മന്ത്രിക്ക്. അതായത് അനുവദിച്ച തുക ആ വകുപ്പിൽ കൈകാര്യം ചെയ്യുക, വരവിനനുസരിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഞാൻ അതൊരു വ്യക്തമായിട്ടൊരു ഉദാഹരണ രീതിയിൽ പറയാം. ഒരു കുടുംബത്തിലെ ഒരു കുടുംബനാഥൻ, അദ്ദേഹത്തിന് ജോലിയുണ്ട്, അദ്ദേഹത്തിന് മാത്രമാണ് വരുമാനമുള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ, 2 കുട്ടികളും സ്കൂളിൽ പോകുന്ന 2 കുട്ടികൾ. അപ്പോ പുള്ളിയുടെ വീട്ടിലെ ബഡ്ജറ്റ് അനുസരിച്ച് ഒരു കുട്ടിക്ക് 100 രൂപ, ഒരു കുട്ടിക്ക് 100 രൂപ, വീട്ടു ചെലവ് ഒരു 500 രൂപ. ഇത് ഒരു എസ്റ്റിമേറ്റ് വെച്ചിരിക്കുകയാണ്. ഈ ഓരോ കുട്ടിക്കും 100 രൂപ സ്കൂളിൽ പോകുന്നതിന്റെ അടിസ്ഥാനമാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യയ്ക്ക് സാധനം മേടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറ്റുന്നത്? അവിടെ ഒരു ഭദ്രതയുണ്ട്, സാമ്പത്തിക ഭദ്രതയുണ്ട്. മറിച്ച് ഈ 100 രൂപ അനുവദിച്ച് ഈ 100 രൂപയും കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? കൂട്ടുകാരുമായൊത്ത് അത് ചെലവാക്കി അത് അടിച്ചു പൊളിച്ച് അങ്ങനെ പോകും. അപ്പൊ അവിടെ എന്താ? സാമ്പത്തിക തകർച്ച ഉണ്ടാകുകയാണ്. അതുപോലെ തന്നെ അവിടെ എന്താ കണ്ടത്? കയ്യിട്ടുവാരൽ ഉണ്ടാകുകയാണ്. അപ്പോ ഈ കുടുംബത്തിലെ ധനതത്വം എന്ന പോലെ തന്നെ ഒരു സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഖജനാവിനെ നിയന്ത്രിക്കുന്ന ഈ കുടുംബനാഥൻ എന്ന് പറയുന്ന ധനകാര്യ മന്ത്രിക്ക് ഉള്ള പവർ കുറച്ചുകൊണ്ട് അനുവദിച്ച തുക മൊത്തമായിട്ടും കൈക്കലാക്കാൻ അല്ലെങ്കിൽ അവകാശപ്പെടാനുള്ള ആ ഒരു ഭരണ പരിഷ്കാരത്തെ പിണറായി മാമൻ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു വിപത്ത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖജനാവിൽ കൈയിട്ട് വാരാനുള്ള ചാൻസുകൾ കൂടുന്നതിനും ഉപരി പുതിയ വേക്കൻസികൾ അല്ലെങ്കിൽ
ഔദ്യോഗിക പദവികൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയും. കാര്യം ഫണ്ടിനെ വിനിയോഗിക്കാൻ പുതിയ പുതിയ ജോലിക്കാരെ അല്ലെങ്കിൽ സിവിൽ സർവീസ് ആൾക്കാരുകളെ അങ്ങനെ പല പല ദോഷങ്ങളാണ് ഇതിനകത്തുള്ളത്. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഈ റൂം പെയിന്റ് അടിക്കണമെങ്കിൽ ഒരാൾ മാത്രം മതി. അപ്പൊ ആ ഒരാളുടെ 100% പ്രവർത്തന ശൈലി അല്ലെങ്കിൽ പ്രവർത്തന എനർജി ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. മറിച്ച് ഇതൊരു 10 രൂപ ഞാൻ കൊടുക്കുക ഈ റൂം പെയിന്റ് അടിക്കാൻ. അപ്പൊ അവിടെ എന്നാ പറ്റുന്നത്? അവരുടെ പ്രവർത്തനത്തിന്റെ ഒരു 20% 10% ഉപയോഗിക്കേണ്ടി വരുന്നുള്ളൂ. അതുപോലെ തന്നെ പൈസയും ഞാൻ അധികം കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് വേണേൽ പറയാം. അപ്പൊ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചോളം എന്താണ് നടക്കുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിന്റെ അവസ്ഥയിലേക്ക് കൂടിക്കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ 10-12 DGP-മാരുള്ള ഒരവസ്ഥയാണ്. ഉയർന്ന് അങ്ങ് പോയി പല മേഖലയിലും പല ആൾക്കാരുകളെ അനധികൃതമായിട്ട് ഒരാവശ്യവുമില്ലാതെ ഈ പിണുമാമനും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കുത്തിത്തിരിക്കിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ സബ്ജക്റ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിഷ്കാരം, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് പരിഷ്കാരം ഉണ്ടാക്കി കഴിയുമ്പോൾ ഇവിടെ എന്താ പറ്റുന്നത്? ഖജനാവിൽ കൈയിട്ട് വാരാനുള്ള അവസ്ഥയിലേക്ക് പിണറായി ഒരു സാഹചര്യം കൊടുക്കുകയാണ്. ഇത് അസംബ്ലിയിൽ ചോദ്യം ചെയ്യാം, ഇത് ജുഡീഷ്യറിയിൽ ചോദ്യം ചെയ്യാം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ പ്രതിപക്ഷം എന്തിയെ എന്നുള്ളതാണ്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ ശബരിമല ദർശനവും ആയിട്ട് എങ്ങനെ മതം വെച്ചുകൊണ്ട് രാഷ്ട്രീയം ഉണ്ടാക്കാം, അല്ലെ മത ധ്രുവീകരണം നടത്തി രാഷ്ട്രീയം ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തകളിലും അവരുടെ ഉൾപ്പോര് എങ്ങനെ രൂക്ഷമാക്കി എടുത്ത് അദ്ദേഹത്തിന് പുതിയ പദവികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പദവി എങ്ങനെ നിലനിർത്താം എന്നുള്ള ഒരു ചിന്തകൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. മറിച്ച് നമ്മളുടെ കേരളം എങ്ങോട്ട് പോകുന്നു, നമ്മളുടെ ഖജനാവ് എങ്ങോട്ട് പോകുന്നു, നമ്മളുടെ പിണറായി മാമൻ ഇവിടെ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നു, ഇതൊക്കെ ഒന്നുമില്ലേലും കേരളത്തിലെ ജനങ്ങളെ ഒന്ന് അറിയിക്കണ്ടേ, സമരം നടത്തണ്ടേ? ഇപ്പോ നമുക്കറിയാം ഈ കുറച്ച് കാലയളവും കൊണ്ട് ഈ നമ്മളുടെ റോഡുകളിൽ ഈ ഒരു മാസം കൊണ്ട് മരിച്ച എത്ര പേരുണ്ട്. അപ്പം മരണത്തിന്റെ കാലണ്ടറിൽ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ തന്നെ ആ റോഡിന്റെ, നമ്മളുടെ കേരളത്തിന്റെ റോഡിന്റെ ആ ഒരു സ്ട്രക്ചറാണ്, അതായത് അവിടെ നിർമ്മാണത്തിന്റെ അപാകതകളാണ്. അപ്പൊ ഇതിലേക്കൊക്കെ വരുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? അഴിമതികളാണ് നടക്കുന്നത്. നമ്മൾ ചെറിയ കാര്യം ശ്രദ്ധിച്ചാൽ അതിനകത്ത് വലിയ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നടക്കുന്ന അഴിമതികളുടെ എണ്ണം ദൈനംദിനം കൂടിക്കൂടി വരികയാണ്. നമുക്കറിയാം നവീൻ ബാബുവിന്റെ കൊലപാതകം എത്തിപ്പെടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ്. മുഖ്യമന്ത്രിയാണ് പറയുന്നത് CBI കൊണ്ട് അന്വേഷിക്കേണ്ടെന്ന്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അഴിമതി, കൊലപാതകം, സ്വർണക്കടത്ത്, ഖജനാവ് മോഷണം എന്തുമാകാം, ജനങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അതായത് ആ ചെറുക്കന്റെ കൂവൽ, ആ ചെറുക്കനെ അറസ്റ്റ് ചെയ്തത് നമ്മൾ കാണേണ്ട കാര്യം വലുതാണ്. കാര്യം നമുക്ക് പറയാനുള്ള അവസരമില്ലാതെ, അല്ലെ അവസരങ്ങളെ ഗുണ്ടായിസം കൊണ്ട് കമ്മ്യൂണിസം ഇല്ലാതാക്കി കളയുകയാണ്. ഇവിടെ ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടി അരച്ചുകൊണ്ട് ഒരു ഭരണ നേതാവായി മാറിയിരിക്കുകയാണ് നമ്മുടെ പിണറായി വിജയൻ. ഇതിനെ തടയിടണമെങ്കിൽ നമ്മൾ തന്നെ തിരഞ്ഞെടുത്ത് വിട്ട പ്രതിപക്ഷ നേതാവിനായ പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസിനും അല്ലെങ്കിൽ VD സതീശനും യാതൊരുവിധ പ്രതിബദ്ധതയും ഇല്ലാതെ, ഒരു കഴിവുമില്ലാതെ അവർ പ്രവർത്തിക്കുന്നത് വളരെയധികം സങ്കടം ജനിപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ പെൻഷനിൽ വരെ, അതായത് പാവപ്പെട്ടവന് കൊടുക്കുന്ന പെൻഷനിൽ വരെ കൈയിട്ട് വാരുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണാം നമുക്ക്. ട്രൈബൽ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന വണ്ടിക്ക് ഡ്രൈവറിന്, അല്ലെ അവിടെ കഞ്ഞി വെക്കുന്ന ഗവൺമെന്റ് സ്കൂളുകളിൽ കഞ്ഞി വെക്കുന്ന ആ ചെറുകിട ജോലിക്കാർക്ക് വേതനമില്ലാതെ ഇരുന്നിട്ട് വർഷങ്ങളായി. ഇതൊക്കെ പാവപ്പെട്ടവന്റെ തലയിലേക്ക് മാത്രമാണ് ഈ കുതിരകയറ്റൽ നടക്കുകയുള്ളൂ. മറിച്ച് ബൂഷ്വ, പാർട്ടിപരമായിട്ട് പറയാണ്, ബൂഷ്വകൾക്ക് വളം കൊടുക്കുന്ന പാർട്ടിയായി മാറിയിരിക്കുകയാണ് പിണറായിയും അദ്ദേഹത്തിന്റെ കുറുവാ സംഘങ്ങളും.